ഈ കോട ഉണ്ടാകുമ്പോഴേ വല്ല ആന വന്ന കാണൂല്ല. ആ മൂടി, അവിടെ മൂടി കണ്ടോ, അവിടെ ഞാൻ നിങ്ങൾക്കൊരു വില്ലേജ് കാണിച്ചു തന്നാലേ കുറച്ച് നേരത്തെ. അപ്പോൾ മൂടി എന്ത് വിശാലമായിട്ട് കിടക്കാനുള്ളൊരു വിശാലതയോട് കിടക്കാൻ വേണ്ടി പറ്റുന്നു. ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് ഈ ഒരു വീഡിയോ. കാരണം ഞാൻ ഇവിടെ തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ ഒരു യഥാർത്ഥ പ്രത്യേകത എന്താ അറിയോ, ഈ ഒരു ഏരിയ ആക്കണ ഈ ഒരു തേയില ഇങ്ങനെ പോയിട്ട് ഈ ഒരു മരം, ആ മരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കുറച്ചൊരു മല പോലെ കാണണ്ട ഞങ്ങൾക്ക്. അതിനപ്പുറത്തേക്ക് അങ്ങോട്ട് താഴത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ നാടായി. അതാണ് ഒരു പ്രത്യേകത. നമുക്കപ്പോൾ എല്ലമല വിട്ടു നോക്കാം. എല്ലമല വിട്ടിട്ട് നമുക്കെന്താ ഈ പറഞ്ഞ പോലെ ബാക്കി പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന്, രാത്രി എവിടെ കിടക്കാൻ പറ്റും, എന്താണ് എങ്ങനെയാണ് ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് അടിക്കാനും മറക്കരുത്. ഞാനെന്നാൽ എല്ലമലക്ക് പോയേക്കാം. എല്ലമലക്ക് നമ്മൾ ആ സൈഡിലേക്ക് അങ്ങനെ പോകണം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗൂഡല്ലൂർക്ക് പോകാം. ഇതിൽ തന്നെ നമുക്കൊരു 5-8 കിലോമീറ്റർ കൂടി പോയി എത്തുമെന്നാണ് ഞാൻ കരുതണേ. പോയി നോക്കാം. വലിയ വെയിലില്ല, തണുപ്പില്ല, ഒന്നുമില്ല. ഇപ്പോൾ പോയി ഇറങ്ങിയാൽ നമുക്കൊരു 5 മണിയാകുമ്പത്തിന് ഗൂഡല്ലൂർ എത്താൻ വേണ്ടി പറ്റുള്ളൂ. 5 മണിയാകുമ്പോഴേക്ക് ഗൂഡല്ലൂർ എത്തൽ നിർബന്ധമാണ്. നമുക്ക് എവിടെയൊക്കെ സ്റ്റേ അടിക്കണ്ടേ, എവിടെയെന്നൊന്നും ഞാൻ ഉറപ്പിച്ചിട്ടില്ലേ. അതാണ് വാ, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. ഒക്കെ സെറ്റാ. ഓപ്പോസിറ്റ് ഒരു മരം കണ്ടെങ്കിൽ നല്ലൊരു പൂമരം. എന്താ അതിൻ്റെ ഒരു ഭംഗിയായിട്ട് അറിയാം. നല്ല ഭംഗിയുള്ളൊരു മരം. നമ്മൾ കുറച്ചുകൂടി മേലേക്കാണ് കയറി പോന്നു. ഞാൻ ഈ പൂമരത്തിന്റെ ചോട്ടിൽ നിർത്തിയോട്ടെ. മക്കളെ എമ്മ ഏരിയണോ. അതായത് ഞാൻ ഈ ഒരു പൂമരം കണ്ടപ്പോൾ ജസ്റ്റ് നിർത്തിയതാണ്, വേറെ ഒന്നല്ല. പക്ഷേങ്കിൽ ഈ പൂവ് ഒരു ഭയങ്കര രസമുള്ള പൂവാണ്. ഉണ്ടോ, നല്ല രസമുള്ളൊരു കോളാമ്പി പൂവ്. അടിപൊളി, നല്ല പട്ടുകൂട്ടിനൊരു മരമാണ്. ഇതുമ്പോൾ നിറച്ച് പൂവാട്ടോ. അതൊക്കെ ആ മരം തന്നെ. ഇതാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മരം തോന്നുന്നു. പിന്നെ അതും കുഴപ്പമില്ല. ഇവിടെയൊക്കെ എല്ലാ മരങ്ങളും പൂത്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു കുറച്ച് കൂട്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല സ്ഥലമാണ്, അടിപൊളി, നല്ല ക്ലൈമറ്റും. മഴ പെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ. കാർമയൊക്കെ മൂടിക്കെട്ടി കിടക്കുന്നുണ്ട്. മഴ പെയ്യാൻ സാധ്യത ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ വീടുകളുണ്ട്. നമ്മൾ അതിലാണ് പോവാതെ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അതുവഴിയാന്ന് തോന്നുന്നു വണ്ടി പോകുന്നത്. എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കാം നമുക്ക്. ഇവിടെ ഒന്നും അല്ലാതെ ടൈം കളയണ്ട. നമ്മളെ കൂമാൻകുട്ടിയാക്കണം ഇവിടെ. കൂമാൻകുട്ടിയെ പോലെ പോടാ, പോ. ഒരു പൂവ് ഞാൻ എടുത്തേക്കണം കേട്ടോ. വണ്ടിയിലൊക്കെ തന്നെ സ്റ്റൈലിന് കിടക്കട്ടെ. ഇതും കൊണ്ട് പോകുമ്പോൾ ഫോറസ്റ്റുകാർ എന്തെങ്കിലും പറയാമോ? പറയാൻ വേണ്ടി പറ്റൂല ഒന്നും. ഓട്ടോറിക്ഷ കണ്ടതില്ലേ, ഓട്ടോറിക്ഷ, ബസ്, എല്ലാ വാഹനങ്ങളും പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യം എന്തായാലും കുറവാണ്. ഓരൊക്കെ നിൽക്കണം കേട്ടോ. ബസ് കാത്ത് നിൽക്കുകയാണ്. ബസ് വരുന്നത് പോകുന്നുണ്ട്. ബസ് കാത്ത് നിൽക്കുവാണ് അവർ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ചെറു ചോലകൾ. അപ്പോൾ അതുകൊണ്ടോ ചെറിയ ചോലയാണ്. ചെറു ചോലകൾ ഇഷ്ടം പോലെ. സ്വാഗതം, മലയാളത്തിൽ സ്വാഗതം. ഇവിടെയൊക്കെ മലയാളികൾ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ ആളുകൾക്കൊക്കെ മലയാളം നന്നായിട്ട് അറിയാം. നമ്മൾ ഇവിടുത്തെ തമിഴ് പറഞ്ഞ് അടങ്ങാറാണ്ട ആവശ്യമൊന്നുമില്ല. മലയാളം നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോൾ ഒരു കാട്ടിലേക്ക് കയറിയ പ്രകൃതി കേട്ടോ. ഇതൊക്കെ ജനവാസ മേഖലയാണ്. ഇവിടെയൊക്കെ കടകളൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും അവധിയുണ്ടോ? പക്ഷെ സ്കൂളുകളൊക്കെ എടുത്തതാണ്. കടകളൊക്കെ അടവാണ്. സാധാരണ വരുമ്പോൾ ഒരുപാട് ചായക്കടകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊന്നും കാണാനില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ സ്കൂളിൽ എക്സാം പോകണം, പരീക്ഷ പോകും കുട്ടികളൊക്കെ. അടുത്ത ചെറു ചോല, അത് പറയാം. ചോലകളങ്ങനെ ഇവിടുത്തെ ഒരു മസ്ജിദാട്ടോ, പള്ളിയാണ്. മസ്ജിദ് ഒന്നും ആരും കാണാനില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി നോക്കി പോകും. ആരില്ലേ. ആ ഭാഗത്തൊരു മല ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ ഒക്കെ ഫുള്ള് കോടയാണ്. പിന്നെ വേറെ പ്രധാന വിഷയം എന്താ പറയുക, വണ്ടിക്ക് നല്ല പുകയാണ്. ഭയങ്കര പുക. പണിയായോ തുടക്കത്തിൽ തന്നെ? തുടക്കത്തിൽ തന്നെ പണിയായെന്ന് എനിക്ക് തോന്നുന്നു. ഈ കാണുന്നതാണ് ഏലത്തോട്ടം. ഞാൻ ഏലം നടക്ക് പറയണല്ലേ, ഏലൊന്നും ഇല്ല. അടിയിൽ ഒരു 3-4 കായൊക്കെ തന്നെ കാണുന്നുണ്ട്, അല്ലാതൊന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മേലക്കും അതുപോലെ തന്നെ ഈ സൈഡിലേക്കൊക്കെ അധികം ഏലത്തോട്ടമാണ്, ഏലമാണുള്ളത്. ഈ മരത്തുമല ഉള്ളത് ഒരു സൈസ്
ഒരു പായലാണ്. ഇപ്പം നമ്മളുടെ തെങ്ങിലും അതുപോലെ തന്നെ പ്ലാവിലൊക്കെ കാണാം, അതുപോലെ തേക്കിലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു സൈസ് പായൽ ഇതുമ്മലും ഉണ്ടാവുന്നതാണ്. ഇവിടുത്തെ കാലാവസ്ഥനെ സമയത്ത് ഉണ്ടാവുന്നതാവാം തന്നെയാണ് ഞാൻ കരുതുന്നത്. പോയോക്കല്ലേ. ഇതിന്റെ തടിന്റെ കളർ ഇപ്പൊ നല്ല ഓറഞ്ച് കളറായിട്ട് നിൽക്കുകയാണ്. മരങ്ങളുടെ തടി നല്ല ഓറഞ്ച് കളറിൽ നിൽക്കുകയാണ്. അതാണ് ഒരു ഇതിന്റെ രസം. നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, ഒന്ന് ബസ് സ്റ്റോപ്പുകൾ എല്ലാ മൂലയിലും ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്, പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇതിന്റെ അങ്ങോട്ട് നോക്കുമ്പോ തന്നെ വല്ലാത്തൊരു ഒരുമാതിരി ഏലക്കാട്. അയ്യോ ഞാനർക്ക് പുലി ഇருக்கு. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടങ്ങള് എന്താ ഇതിന് ഭംഗി. നല്ല ഭംഗിയാണ്. നിങ്ങൾ ക്യാമറയിൽ കാണുന്ന നിങ്ങൾക്ക് ഇത്ര ഭംഗി ഉണ്ടെങ്കിൽ നേരത്തെ കാണുന്ന എന്ത് കാഴ്ചകളൊന്ന് ആലോചിച്ച് നോക്കി. വല്ലാത്തൊരു ഭംഗി. ജാമ്പോന്റെ കാലത്തിലോ ട്രാക്ടറുകാരെ ഞാൻ സൈഡില്ലാത്തോണ്ട് പോകാതെ നിൽക്കണമെന്ന് കരുതി. പക്ഷെ അതല്ല, ഞാൻ ആ ട്രാക്ടറിനൊന്ന് ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിട്ട് വന്നതായിരുന്നു. ഇവിടെ മഴ പെയ്യും. മഴ പെയ്താലുള്ള വിഷയം എന്താ അറിയോ, എനിക്ക് ശരിക്കും വിഷ്വല് കാണിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന്റെ അടുത്തൊരു വൈപ്പർ ഉണ്ട്, അതിന് എനിക്ക് മാത്രം കാണാനുള്ള അളവുള്ളൂ. അതാണ് പ്രശ്നം. ഇതൊരു തരത്തിലുള്ള ചിറാപ്പുഞ്ചിനെയാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം ഇവിടെ മഴ, ഞാൻ വരണമൊക്കെ ഇവിടെ മഴ ഉണ്ട്. നമ്മൾ ഈ ഒരു അമ്പലത്തിന്റെ അങ്ങോട്ടാ പോകണ്ടത്, സന്തനമാല മുരുക ടെമ്പിൾ. ഞാനിവിടെ കയറാണ്. വെള്ളമലക്ക് ഇനിയും കുറച്ചുകൂടി ഇതിലെ പോകണം. നമ്മളുടെ ലക്ഷ്യം അങ്ങനല്ല, നമ്മൾ അതിന്റെ അങ്ങോട്ടാണ് പോകുന്നത്. 2 വഴിക്കൂടിയൊക്കെ ആവും. എന്തായാലും പോയി നോക്കാം. 2 വഴിയുണ്ട്. ആനപ്പിന്റെ അവിടെ പോകുന്ന കിടക്കുന്നത് നല്ല ടൈറ്റ് കയറ്റാണ്. നല്ല കയറ്റാണ്, നല്ല കയറ്റമാണ്. ഈ ഒരു മരത്തിന്റെ അപ്പുറത്തേക്ക് അങ്ങനത്തെ ക്ഷേത്രമാണ്. ക്ഷേത്രത്തേക്കുള്ള വഴി തന്നെയാണ്. ഇതല്ലാതെ നടന്നു പോകാനുള്ള വഴിയുണ്ട്. അത് അവിടെ തന്നെ സ്റ്റെപ്പ് പോകുന്നുണ്ട്. നടന്ന് കയറുന്ന നമ്മളുടെ വണ്ടി വഴിയില്ല. നല്ല കയറ്റമാണ്. കോടയാണ് കയറിയിട്ട് അങ്ങനെ പോകുന്നത്. അവിടെ ഒരു വാട്ടർഫോൾ ഉണ്ട്, പക്ഷേ എങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമ്മൾ വരുന്ന വഴിയാണ് ഈ പോകുന്നത്. ഇതിലെങ്ങനെ ഉണ്ടോ, അതിലങ്ങനെ അങ്ങനെ 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 വളഞ്ഞ് തിരിഞ്ഞതാവോ പോകണമില്ലേ. എല്ലമല എന്ന് പറയുന്നത് അവിടെയാണ്. അവർക്ക് ഇനിയും കുറച്ച് പോകണം. പിന്നെ ഇവിടെ ഇതൊരു വില്ലേജാണ്, ഇതൊരു വില്ലേജാണ്, അതൊരു വില്ലേജാണ്. എല്ലമലയിൽ അവിടെ ഒരു വില്ലേജ് ഉണ്ട്. എല്ലമലയുടെ എൻഡിലൊരു വില്ലേജ് ഉണ്ട് ഉണ്ടോ. ശരിക്ക് ഇവിടേക്ക് താഴത്തേക്ക് ഇറങ്ങിപ്പോകും. പക്ഷേ എങ്കിലും അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അവരെ വെറുതെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. പക്ഷെ ഇതിലേക്ക് അങ്ങനെ ആനപ്പിണ്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ടൈറ്റാണ്. കോട പോകുന്ന കണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കോട ഇങ്ങനെ പോകുന്നത് ഞാൻ ക്യാമറ അനക്കുന്നില്ല. ശ്രദ്ധിക്കണ്ട. ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ഒരു വ്യൂ തന്നെ ഉണ്ടോ, അതന്നെ വല്ലാത്തൊരു മല. കോടയൊക്കെ അങ്ങനെ പോയിട്ട് അവിടെ വലിയൊരു പർവ്വതമാണ്. അപ്പോൾ അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു റേഞ്ചിക്കാണ് അതിൻ്റെ എൻഡ് വരുന്നത്. കണ്ണിൽ കണ്ടു, പക്ഷേ ക്യാമറയിൽ കാണില്ല. അതാകുമ്പോൾ പോയിട്ട് അങ്ങനെ അടിഞ്ഞു കൂടുവാണ്. എന്നിട്ട് അതൊക്കെ ഇപ്പോൾ ഇനി മഴയായിട്ട് പെയ്യും. അതോളം ഉണ്ടാവും ഇപ്പോൾ എൻ്റെ നിർത്തം അവിടെ. താഴെ ഭാഗം നോക്കുവാണെങ്കിൽ ഉണ്ടാ റോഡ് കാര്യങ്ങളൊക്കെ രസം. ഇവിടെ ഞാൻ വന്ന ഒരു ദിവസം മാത്രം എനിക്ക് ഈ ഒരു കാഴ്ച കിട്ടിയിരുന്നില്ല കേട്ടോ. അല്ലാത്ത ടൈമിലൊക്കെ കിട്ടിയിട്ടുണ്ട്. മൊബൈൽ എടുക്കല്ലേ, വേറെ ഒന്നും എടുക്കണ്ട. ഇവിടെ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റാണ്. അവിടെയാണ് ഇപ്പോൾ അവർ 2 പേര് ഇരിക്കുന്നത്. പിന്നെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ഞാൻ വെറുതെ ആവണോ, വേണ്ടല്ലോ. നമുക്ക് കാണാനുള്ളത് നമ്മളിവിടെ നിന്നത് കാണണ്ടല്ലോ. ഉണ്ടോ, നല്ല തണുപ്പും കയറുന്നുണ്ട്. കണ്ടോ നമ്മളെ വണ്ടിക്കിനോടത്തൊക്കെ കണ്ടോ മോനെ. ഞാൻ പറയുന്നത് ചെങ്ങന്മാരെ, യാത്ര പോയിക്കോളി എന്ന് പറയണതാണേ. ഇത് കാടുകൾ ഓണായില്ലേ, ഈ യാത്ര ഓണായില്ലേ, നല്ല രീതിയിൽ ഓണായില്ലേ. ഞാൻ ഫുൾ പവറാണ്.
എന്തല്ലേ എൻ്റെ എല്ലമലത്തപ്പൻ അവിടെയാണ്. എല്ലമലത്തപ്പൻ അവിടെ ഉണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തതിൻ്റെ ഒക്കെ ഒരു ഭംഗി ചെയ്തിട്ട് രണ്ട് ഫോട്ടോ എടുക്കട്ടെ. ഇനി രണ്ട് ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ കണ്ടങ്ങൾ അവിടെ നിന്ന് കയറി വരുന്ന കണ്ടോ? ഓ ആ മലയൊന്നും കാണാതെ ഇപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടിരുന്ന മലയൊന്നും കാണുന്നില്ലേ? അതൊക്കെ ഫുള്ളായിട്ട് മൂടിപ്പോയി കണ്ടാ. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ഇരിക്കട്ടെ. ഇവിടെ ഒരു പാറയാണ്. ഈ ഒരു പാറയിലൊക്കെ ഇങ്ങനെ ടൂൾസൊക്കെ വെച്ച് മൊബൈൽ പോവാത്ത രീതിയിലൊക്കെ ഇവിടെ ഇരുന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്താം. അങ്ങോട്ടുള്ള നോട്ടം. ഓഹോ മക്കളെ എന്താണ് ഈ കാണുന്നത്? ഞാൻ ഇപ്പം എവിടെ നിൽക്കണേ? സ്വർഗത്തിലോ? സ്വർഗത്തിൻ്റെ വക്കിലെത്തിയിരിക്കണയാവും. കുറച്ചുകൂടി അത് ആ മലൻ്റെ മേലെത്തിയാൽ സ്വർഗം തോന്നുന്നു. അവിടെ നിന്ന് നോക്കിയാൽ അപ്പം എന്തേക്കാരം കാണാം ആകാശം. അങ്ങനെയെങ്കിൽ എല്ലമലയിൽ നിന്നും ഞാൻ നൈസായിട്ട് വിട പറയുകയാണ്. ഇവിടെ തന്നെ പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോട മൂവ് ആവുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റും. ഞാൻ പോവാണ്, എൻ്റെ ടൈം അപ്പായി. ഇനി അധികം നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്. മൂടി, അവിടെ മൂടി കണ്ടോ? അവിടെ ഞാൻ നിങ്ങൾക്കൊരു വില്ലേജ് കാണിച്ചു തന്നാലേ കുറച്ച് നേരത്തെ. മൂടി ആ ഭാഗത്തൊക്കെ മലനിര കാണിച്ചു തന്നാലേ ഞാൻ ഒക്കെ മൂടി ഒക്കെ പോയി കംപ്ലീറ്റ് കജ്ജിന്ന് പോയി. ഇതിങ്ങനെ കയറിയിട്ട് നമ്മളൊക്കെ മൂടും. അത് പിന്നെ തുറക്കും. പക്ഷേ എങ്കിൽ രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ 2 മണിയാണ് സമയം. ഇതൊരു 3 മണി 4 മണി ആ റേഞ്ച് ആകുമ്പോഴേക്ക് ഇത് ഫുള്ളായിട്ട് ഈ റേഞ്ച് ഏരിയ ഫുള്ള് മൂടിയേക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കയറിപ്പോണേ അതിൻ്റെ മക്കളെ എന്താണ് ഞാൻ ഈ അമ്മോ അയ്യോ ഭഗവാനെ മൂടി കെട്ടി കഴിഞ്ഞു. സരാ പ്രകൃതിയുടെ ഓരോരോ കുസൃതികളെ എന്ത് ഭംഗിയാണ് കാണാൻ. ഇതൊക്കെ ലൈവായിട്ട് എൻ്റെ കണ്ണിൽ ഞാൻ അതിങ്ങനെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോളണം. അതാണ് ഞാൻ പറയണത്. ഈ യാത്ര പോയിക്കൂടി സംഭവം ശരി. ആരെ കജ്ജിന് പൈസ ഒന്നുമില്ല. പക്ഷെ എങ്ങനെയൊക്കെ പോകുന്നേ നിൽക്കാനും തോന്നുന്നുണ്ട്, പോകും വാണിച്ച്. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ പോകാനും തോന്നണില്ല. അതാ കയറുന്നത്. സത്യം പറഞ്ഞപ്പോൾ ഇന്നെ അടിയിൽ നിൽക്കുന്നവർക്ക് കാണുന്നുണ്ടാവില്ല. എൻ്റെ അടുത്തും കോട ഉണ്ട്, പക്ഷേ എങ്കിൽ അത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പിൻ്റെ കയ്യിലൊക്കെ നല്ല തണുപ്പ് കയറുന്നുണ്ട്, നല്ല തണുപ്പുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ ഇവിടെ നിന്നൊന്നും അതിലൊന്നും ഇറങ്ങി നിൽക്കരുത്. കാരണം അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പോയ പോലെ തന്നെ എങ്ങനെ പറയാം, പിന്നെ കിട്ടൂല. അതാണ് പണിയാവും. അപ്പോൾ ഈ മാക്സിമം ഈ ഒരു ഏരിയ ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുക, അതാവും നന്നാവുക. അത് നമ്മളുടെ വണ്ടിയിൽ നിന്ന് കാണില്ല കേട്ടോ. കൊടമഞ്ഞിനോ കൽപ്പാട്ട ബില്ലോ ക്രീമല്ല പുത്തല്ലോ. എന്തരേ അപ്പോൾ എല്ലമല വന്നത് നഷ്ടമായില്ല കേട്ടാ. കണ്ടാ എല്ലമലൻ്റെ ബസ് വരുന്നുണ്ടാ? ബസ് കണ്ട കണക്ക് എല്ലമല ബസ്. ഇവിടെ എല്ലമലൻ്റെ ജീപ്പ് സർവീസും പോകുന്നുണ്ട്. അവർ രണ്ടാളും ഇവിടെ വെച്ച് ഒരു കൂട്ടിമുട്ടും. ഇവിടെ ഈ ഒരു പോയിന്റ് ഞാൻ വിരൽ വെച്ച് കൊടുത്ത് മിക്കവാറും നോക്കാൻ നമുക്ക് കാണുമെന്നറിയില്ല. അപ്പോഴേക്ക് കോടാകെ കൂട്ടിമുട്ടെന്ന് പറഞ്ഞാൽ ആക്സിഡൻ്റ് ആവുന്നല്ല കേട്ടോ. ഒരു ക്രോസ് ചെയ്യും. അതാ കയറി ഈ കോട ഉണ്ടാകുമ്പോഴേ വല്ല ആന വന്ന കാണൂല്ല. അല്ലേ? ഇവിടെ ഞാൻ ഒറ്റയ്ക്കുന്നുള്ളേ. ഇവിടെ ഒരു പെണ്ണു ചക്ക ഉണ്ടായിരുന്നു. പോയി എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നീച്ചു തന്നു. അതാണ് പോണ ബസ്. കണ്ട ബസ് ഇട്ടേ കൂടെ മുടി ഫുള്ള് മുടി. ഇനി ഒരു രക്ഷയല്ല, നീ കാണാൻ തന്നെ വെച്ചില്ല. മുടി എങ്ങനെയുണ്ട് ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ പറയും? ഇതെല്ലാം മലയാണതേ, എല്ലാ മലയാണ്. നിങ്ങൾ എന്തൊക്കെ ഇരുത്തണേ? ബമ്പ സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം. അപ്പോൾ അത് മതി. ഞാൻ പോട്ടെ. അപ്പോൾ പറഞ്ഞ പോലെ ഫുള്ളായി. ഫുള്ള് മൂടി. ഒരു വില്ലേജോ റോഡോ ഒന്നും കാണുന്നില്ല. അപ്പോൾ താഴത്തുനിന്ന് ഇങ്ങനെ ഹോണടി കേൾക്കുകയെന്നല്ലാതെ ഇപ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നമ്മളിവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആ നിർത്താൻ നിൽക്കും. ഞാൻ പോവാണ്.
പോവാൻ തന്നെ തോന്നണില്ല. ഇവിടെ കുറെ പൂക്കളൊക്കെ അതുകൊണ്ടല്ലോ മൂടി. ഇനിയൊരു ഇതിലൊരു കുറച്ച് ടീമുണ്ടാവും. ഒരാൾ മലമ്മ പോയിട്ട് അടിയോളം ഇനി വേറെ ടീം വരില്ല. പിന്നെ ഒരു വന്നിട്ട് വേണം, പിന്നെ അടുത്ത ടീം വരണം. അതുവരെ ചെറിയൊരു ഇതുണ്ടാവും. ഇനി നേരം വൈകും തോറേ നമുക്ക് പണിയാവും. അപ്പോൾ നമുക്ക് കണ്ണാണില്ല. സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, അത് എടുക്കട്ടെ പോട്ടെ. ഞാനിങ്ങോട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ വരാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ അവരൊക്കെ വരാറുണ്ട്. ഇപ്പോൾ അവർ ഫാമിലി ആയിട്ടൊക്കെ ആണെങ്കിലും. പക്ഷെ അവർക്കൊന്നും ആ ടൈമിൽ അവർക്കൊന്നും ഇത് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇത് ചുരുക്കം ആളുകൾക്ക് മാത്രമേ കാണാം. ഇത് ഒന്നിലേറെ സീസൺ മെയിനാണ് ഇതിന്. കൊടും വേനൽക്ക് ഇല്ല എന്നുള്ളത് ഭയങ്കര പ്രത്യേകത തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാ ടൈമിലുള്ളപ്പോൾ പിന്നെ പ്രശ്നമല്ലല്ലോ. ഇതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടില്ല, താഴത്തേക്ക് പോവാണ്. അപ്പോഴൊക്കെ ആ സൈഡ് അന്തരീക്ഷം കോട. പക്ഷെ അവർക്കൊന്നും കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല അധികം ആൾക്കാർക്ക്. എന്നാലും രസമാണ്. ഇപ്പൊ ഈ കോട ഇല്ലാത്ത ടൈമിൽ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല രസം താഴത്തേക്ക് നോക്കുമ്പോ. പക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത് ഈ കോട കെട്ടിക്കിടക്കുമ്പോ ആ ടൈമിലാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് എത്തണം. ആ ഭാഗത്തേക്ക് എത്തണേ. ഇവിടെയൊക്കെ വേണമെങ്കിൽ സ്റ്റേ അടിക്കാം കേട്ടോ. പക്ഷെ എങ്കിൽ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാം, ഇവിടെ നിന്ന് ആളുകൾ ഉണ്ടാവില്ല. അപ്പോ നമ്മൾക്ക് എന്തെങ്കിലും ഇവിടെ ആനപ്പിണ്ടാണെങ്കിൽ കിടക്കണം, ഫുള്ളായിട്ട് ആനപ്പിണ്ട റോഡിൽ കിടക്കുന്നത്. ഇനി ഇവിടെ വല്ല ഉത്സവം കഴിഞ്ഞാവും. അതൊന്നല്ല, കാട്ടാന തന്നെയാണ്. ഉത്സവത്തിനുണ്ടെന്ന് ആനൊന്നല്ല. ഉത്സവത്തിനുണ്ടെന്ന് ആന ഇനിയിപ്പോൾ ഡീസെറ്റ് ആവില്ല. ഇതൊക്കെ ആനപ്പിണ്ടാണ്. ഇവിടെ എങ്ങനെ ധൈര്യത്തോടെ കടന്നുറങ്ങും, ആന ചവിട്ടി കൂട്ടൂലേ. അപ്പൊ ഈ ബസ് സ്റ്റോപ്പ് മറക്കണ്ട, ഈ ക്ഷേത്രം മറക്കണ്ട. ഇവിടെ 2 വഴി ഉണ്ടാവും. ഇതിലാണ് പോരേണ്ടത്. ക്ഷേത്രത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഞാൻ ഓർമ്മയിൽ വരുന്നില്ല. ഈ ബോർഡിപ്പോൾ നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ കുറച്ചെടുത്തട്ടെ, നമ്മൾ റിട്ടേൺ ഈ റൂട്ടിനുള്ള റിട്ടേൺ പോവാം. പോരുന്ന വൈക്കുള്ള കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു പോകുന്നതാണ്. ഞാൻ കൂടുതൽ എത്തട്ടെ കേട്ടോ. ഇതെന്താ സാധനം? വസമ്പ് പറഞ്ഞ മലയാളം അറിയോ? അതെന്താ സാധനം അത്? അയമ്പാണല്ലേ? ഞാൻ നിലമ്പൂരല്ല, വണ്ടൂരാണ്. ഞങ്ങള് വണ്ടൂർക്കാര് പോലെ ഞാൻ പോകുമ്പോ തന്നെ കണ്ടിരുന്നു കേട്ടോ. പക്ഷെ എങ്കിൽ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് മൂപ്പര് പറഞ്ഞില്ല. സാധനങ്ങൾ കണ്ടില്ലേ മൂപ്പര്? വണ്ടൂർ എന്ന് പറഞ്ഞാ ഇപ്പൊ ടൈമില്ല മൂപ്പര് അങ്ങനെ പറയാനുള്ള കാരണം എന്താ? മൂപ്പരിനോട് പറയാണ് എത്രയും പെട്ടെന്ന് ഇത് കൂടല്ലൂർ എത്താൻ നോക്ക്. എല്ലമല വിട്, ഈ ഏരിയ വിട്. ഈ ഏരിയ ഇപ്പൊ സമയം 2:30 ആയിട്ടുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ ആനകൾ ഇറങ്ങും. ഇന്നലെ ഒരാളെ ഇവിടെ ആന ആക്രമിച്ചിട്ടുണ്ട്, മരണപ്പെട്ടു. അതായത് ഇവിടെ അല്ല, കുറച്ചും കൂടി നമ്മൾ വരുന്ന വഴിയിലാണത്. ഞാൻ ഫസ്റ്റ് കാപ്പിത്തോട്ടം കാണിച്ചു തന്നില്ല. അവിടെ മൂപ്പരോട് അത്യാവശ്യം കുറച്ച് നേരം വർത്താൻ പറഞ്ഞിട്ട് ഞാൻ പോരുന്നു. അപ്പൊ മൂപ്പര് പറയാം, പൊന്നാരം മണ്ണഞ്ച് വേഗം വിട്, ഒന്നിലേറെ എൻ്റെ വണ്ടി ഇതായതുകൊണ്ട് എനിക്ക് സീനാവും, പണി കിട്ടും, ഒരു പണി തരും. അവിടെ 2 കുങ്കിയാനകൾ നമ്മളാ പോരുന്ന വഴിയില് നമ്മുടെ ആ ക്ഷേത്രം ഉണ്ടല്ലോ, ആ ക്ഷേത്രത്തിന്റെ അപ്പുറത്ത് ഫോറസ്റ്റുകാരതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു കോട്ടേജ് ആണ്. ഫോറസ്റ്റുകാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ബോർഡ് കാര്യമൊന്നുമില്ല. അപ്പൊ അവിടെ 2 വണ്ടി കിടക്കുന്നുണ്ട്, ജീപ്പ്. അതിനപ്പുറത്തായിട്ട് 2 കുങ്കിയാന ഉണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. ഞാനത് കണ്ടില്ല, കുങ്കിയാനെ ഞാൻ കണ്ടില്ല. അവിടെ കെട്ടിയിട്ടുണ്ടാവും. അത് ഞാനാൾ പിന്നെ ഇറങ്ങിയിട്ട്. അപ്പൊ മൂപ്പർക്ക് ആ ഒരു അർജന്റിലാണ് മൂപ്പര്. ആ നേരത്തെ ഞാൻ എന്താണ് ആനയാണ് ഞാനാണോ വെച്ച് വന്നാല് മൂപ്പര് ആ ബസ് പോയി കഴിഞ്ഞാൽ ഒരു ബസ് വരാൻ സമയമായിരുന്നതാണ്. അതായത് 1 മണിക്കൂർ കൊണ്ട് 2:30 ബസ് ഉണ്ടാവും. അപ്പേക്ക് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം പോവാ. എന്തായാലും കുഴപ്പമില്ല. ആ സാധനം ആർക്കാരും കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ പറയും, നമുക്ക് നോക്കാം. അല്ലാതെ എനിക്കൊന്നും മനസ്സിലായി ഞാൻ ചോദിച്ചിട്ട് ഒരു പറഞ്ഞാണെന്നില്ല. ഇതൊരു വളവാണ്. ഈ വളവിലൊക്കെ ഒരു ആന ഉണ്ടെങ്കിൽ എങ്ങനെ കാണാനാണ്? നമ്മൾ അതിന്റെ പോയി നിൽക്കുക എന്നല്ലാതെ ഒരു നിവൃത്തിയില്ല. അതാണ് പറയുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഹോൺ അടിച്ച് പോകണം. അവിടെ 2 ഹോൺ അടിച്ചൊക്കെ ചെയ്തു, ഹോൺ അടിച്ചില്ല. പൊടി നെക്കി പിടിച്ച പൊടി. ഏതായാലും വേം വിടാതെ പറ്റൂല. ഇത് നീ പോക്കിയത് പോവുള്ളൂ, അതിന്റെ പ്രത്യേകത മനസ്സിലായേ? കണ്ടോ, ആളുകളൊക്കെ ജോലി നിർത്തി എല്ലാരും അവനവനാന്റെ വീട്ടിലേക്ക് ചേക്കേറുക. എല്ലാരും എസ്റ്റേറ്റിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി. രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങാവോ എന്താ അറിയില്ല. മിക്കവാറും ഈ സീൻ കൊണ്ടാവാം, ഈ വന്യമൃഗങ്ങളുടെ ആനയുടെ ഈ പ്രശ്നം കൊണ്ട്. നമ്മളൊന്നും എവിടെ കിടക്കൂല, ഒരു ഐഡിയ ഇല്ല. എന്തായാലും കൂടലൂർ എത്തിയിട്ട് നേരെ ഊട്ടി റോഡ് കയറുകയാണ്. പോണ വഴിക്ക് എവിടെയെങ്കിലും കിട്ടുമായിരിക്കാം, അറിയില്ല.
നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളതൊക്കെ എവിടെ കിടത്താം എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഷൂട്ട് ചെയ്യണ്ടെന്ന് കരുതിയതാണ്, പക്ഷേങ്കിൽ അത്ര കണ്ട് മനോഹാരം തോന്നി നമുക്ക് ഷൂട്ട് ചെയ്യണം. ഇത് ഇവിടെ വരണല്ല അവരുണ്ടോ, ഒരു പ്രാവശ്യം കൂടുതലൂർ വരുന്നുണ്ടെങ്കിൽ ഈ എല്ലമലയിലേക്കൊന്ന് വരണം. മഴയുള്ള ടൈമിൽ വരുവാണെങ്കിൽ കൊടും മഴ പെയ്യുമ്പോൾ വരരുത്, അപ്പൊ നിങ്ങൾക്ക് ചടക്കും. ഒരു ഇളം മഴയുള്ള ടൈമിൽ വരുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, നല്ല മുതലാവും. നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല കേട്ടാ. എല്ലാവരും വരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിപ്പോൾ എവിടെ എത്തിയാലോ, നമ്മൾ ഭക്ഷണം കഴിച്ചില്ലേ, അവിടെ എത്തി. അതായത് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തോട്ടെത്തി, ഇനി കുറച്ച് ദൂരം പോകും. അപ്പോൾ നമ്മൾ റിട്ടേൺ ഗൂഡല്ലൂർ എത്തി. ഇവിടേക്ക് നല്ല വെയിൽ കേട്ടോ. നമ്മളെ ചെക്ക് ചെയ്യണം, എടുത്ത് പറഞ്ഞോണ്ട് ബാക്കിൽ ബസ് ഉണ്ടായതുകൊണ്ട് ഒരു മൈൻഡ് ആക്കിയതേ ഇല്ല. ഇനിയിപ്പോ ഇവിടുന്ന് ഞാൻ നടുവട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നീങ്ങുവാണ്. ഞാൻ എനിക്കിന്ന് ഇപ്പൊ തന്നെ സ്റ്റേ അടിക്കാനാണ് താല്പര്യം. ഇപ്പൊ 3 മണി വെച്ചോളൂ. സ്ഥലം കിട്ടുക എവിടെയെന്ന് അറിയില്ല, സ്ഥലം നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഏതായാലും ഇനി വൈകാൻ നിൽക്കണില്ല, കാരണം എന്താ വെച്ചാൽ സമയം നമുക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഊട്ടി വരെ എത്താനുള്ള സമയമുണ്ട്. പക്ഷെ അത് എത്തിയാലേ നമുക്ക് നിൽക്കാനുള്ള സ്ഥലം പിന്നെ കിട്ടൂല, അതാണ് പ്രശ്നം. തണുപ്പും കൂടി ഉണ്ടെങ്കിൽ പണി ആകെ പോകും. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് നേരെ അത് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂർ ടൗണിൽ തന്നെ പോവാം, വന്ന വഴി നാട്ടിൽ പോകാൻ. ഇവിടെ അങ്ങനെ നിർത്തിയിട്ട് വണ്ടികളെല്ലാം ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെ നേരേക്ക് വരാം. ഈ പോക്ക് അങ്ങനെ പോയാലും ഊട്ടിക്ക് പോകാം. ഊട്ടിക്ക് മാത്രല്ല, നമ്മളിതിലങ്ങനെ ചെന്നൈക്ക് പോകും. ഈ ഉടുപ്പി ഹോട്ടൽ എല്ലായിടത്തും ഉണ്ടല്ലോ, ഒന്നര കയറി പോകുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ നിർത്തിയിരിക്കണം. നമ്മുടെ എന്താ പറയുക, ബാക്കം തുറന്നു നോക്കാം. ബാക്ക് തുറന്നിട്ടേ ചൂടുണ്ടാവും. ഞാനിപ്പോൾ 1 മണിക്കൂറിനടുത്തേക്ക് നിർത്താതെ പോകുന്നതാണ്. ഓക്കെ, ഒരു പാകത്തെ ചൂടുള്ളൂ, വലിയൊരു ആവശ്യമൊന്നുമില്ല. ഓയിൽ ലീക്ക് സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ ഈ നെട്ടിൻ്റെ അവിടെ ചെറിയതായിട്ടുണ്ട്, പക്ഷേ അത് വിഷയമല്ലോ ഉണ്ട്. വേറെ എവിടെയും ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ അവിടെയും ഇവിടെ ഒന്നും, പക്ഷെങ്കിൽ നല്ല പുക വരുന്നുണ്ട്. അവിടെ നല്ല പുക വരുന്നുണ്ട്. അത് പൊല്യൂഷൻ എടുക്കാൻ പോയൊന്നും പുകയുണ്ട് കേട്ടോ. ഇന്ന് മാത്രമല്ല, പൊല്യൂഷൻ എടുക്കാൻ പോയ അന്ന് തന്നെ പുകയുണ്ട്. പുകേൻ്റെ ഒരു വിഷയം ഒന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടേക്ക് കയറിയപ്പോൾ ഒന്നിനും കൂടി ടൈറ്റ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. മുഖമൊക്കെ ഇന്ന് തന്നെ കരുവാളിച്ചോ ഒറ്റ ദിവസം കൊണ്ട്. ലുക്കാണ് നമ്മളെ അല്ലേ, ലുക്കൊക്കെ ഇപ്പൊ പോവും. തമിഴ്നാടിന്റെ മാട്ട പേര് കൊണ്ടിട്ടില്ല. ഇപ്പൊ നീലഗിരിയിലല്ലേ, മാറ്റുന്നതിന് ശേഷം കൊള്ളും. ഞാനിവിടെ ഇരിക്കൽ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ ഇവിടുന്നാട്ട് പോവാണ്, ഇറങ്ങാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി അപ്പുറത്തേലും പോയിരിക്കാൻ 1 മണിക്കൂറല്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ് നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താം. നടുവട്ടം വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ അവിടെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റുമോ കേട്ടെ. അപ്പൊ സമയം എന്ന് പറയുന്നത് 3:45. 3:45 ആയുള്ളൂ. എന്തിന് ഇത്രയും നേരത്തെ സൈഡാക്കണമെന്ന് ചോദിക്കും. ഇനി നമുക്ക് മുമ്പേ അറിയാം നീലഗിരിയാണത്. ഇവിടെ നമ്മളിപ്പോ സൈഡാക്കിയിട്ടില്ലെങ്കിൽ, അതായത് 5 മണിക്കുള്ളിൽ സൈഡാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ സ്ഥലം കിട്ടുക എന്നുള്ളതേ ഭയങ്കര പണി. സത്യം ഊട്ടി റോഡാണ് മക്കളത്. ഒറ്റ വണ്ടികളില്ല, വളരെ ഫ്രീ. ഈ ഭാഗത്തൊക്കെ ആക്കുന്ന തേയിലക്കാട്, അതുപോലെ തന്നെ തേയിലന്റെ ഇടയ്ക്കുള്ള മരത്തിനുണ്ടല്ലോ, അതിനൊക്കെ വെട്ടി പാകപ്പെടുത്തി ഒരു മൊട്ടമരാക്കി വെച്ചു, മുട്ട എടുത്ത് വെച്ചു മരത്തിനെ. ഞാൻ അതല്ല വെക്കുന്നത്. ഈ റൂട്ടില് എന്താ പോലെ ഒറ്റ വണ്ടികളുടെ ഒരു തിരക്കില്ല. അപ്പൊ സീസൺ മാത്രമേ ഉള്ളൂ ഊട്ടിയിലേക്ക് തിരക്ക് കേട്ടോ. ഒരു സായിപ്പ് സൈക്കിളിനോ പോണേ, സായിപ്പനല്ലേ, സായിപ്പ് ചവിട്ടന്നെട്ടാ. ആദ്യം ചവിട്ട സായിപ്പ് മാത്രല്ല, സായിപ്പിന്റെ വൈഫും ഉണ്ട്. വൈഫ് തന്നെ ആവാം, ഒരാളും കൂടെ ഉണ്ട്. വേറെ ഒന്നല്ല, നമ്മളെവിടേക്കും എത്തിയില്ല, നടുവട്ടം ഒന്നും എത്തിയിട്ടില്ല.
നമ്മൾ നേരെ പണ്ട കട്ടിൻ്റെ സംഭവം എന്നിട്ട് ഇടാം. ഞാൻ ഒരു ഗ്ലാസ്സേ കട്ടനടിച്ചാലോ എന്നൊരു തോന്നൽ കൊണ്ടുവന്നിക്കണ തൊട്ടിട്ടില്ല. എവിടെ എവിടെ വെച്ചതെന്നുള്ള എവിടെ ഇപ്പറപ്പ് ഉണ്ടാവുക മറന്നൊക്കെ വെച്ച സ്ഥലം. പുതിയ ഫ്ലാസ്ക് നമ്മൾ പുതിയ ഫ്ലാസ്കൊക്കെ വാങ്ങിയാണ്. അയ്യോ ചൂട് നിലക്ക് ഉണ്ടാവുന്നുണ്ട്. ആഹാ ട്രിപ്പാരിങ്ങനെ വിളിച്ചോണ്ട് കുഞ്ഞ് ചൂടൊക്കെ നിലക്കുണ്ട്. പക്ഷെങ്കിൽ ഓവറായിട്ടുള്ള അവർ നിർത്താൻ നിൽക്കണ ചെറിയ ആവിയാണ് ലോക്കലാണ്. എണ്ണേ ഞാനത് രണ്ടാമത്തെ ഒയ്യാട്ടെന്ന്. രണ്ടാമത്തെ ഒയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു ക്യാന് വാങ്ങി, അത് ഫുള്ളായിരുന്നു. ആ ഫുൾ ക്യാന് അത് കൊഴിച്ച് എന്നിട്ടാണ് പിന്നെ നമ്മൾ നാടുകാണിന്ന് വാങ്ങിയത്. അത് ഒഴിച്ച് കാറ്റത്ത് പറയുമ്പോൾ അപ്പോൾ നോക്കുമ്പോൾ വീണ്ടും എണ്ണ ഏതാണ്ട് തീരുമാനമാകാനായിരിക്കും. അപ്പം ഇനി ഇത് ഒഴിക്കട്ടെ. ഈ കയറ്റം ഇങ്ങനെ കയറണോണ്ടാവാം അല്ലേ എണ്ണ ഇങ്ങനെ നല്ല രീതിയിലേ കഴിയണത്. എന്താ അറിയില്ല കേട്ടോ. മൈലേജ് നിശ്ചയം ഞാൻ നോക്കിയില്ല ഇതിൻ്റെ. കുത്തിരിക്കണം അവിടെ നല്ല. ഈ പൂവ് കണ്ടിട്ടാണ് ഒരു ഇത് കണ്ടിട്ടാണ് നോക്കുന്നത്. അവിടെ ചിലപ്പോ തിന്നാളെന്തോ ആണ്. വെൽസ് ആൻഡ് പ്ലാന്റേഷൻ ആണ്. ഈ ഒരു ഏരിയക്ക് വരുമ്പോ നല്ല ലുക്കാണ് കാണാൻ. അർത്തോശ്യല്ലേ അർത്തോശ്യ. ഇവിടെ ആണെങ്കിൽ റോഡ് കുറച്ച് മോശം. നല്ല ലുക്കാണ്. ഊട്ടിക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു റോട്ടിലെ കാഴ്ചയാണ് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കയറിൻ്റെ വണ്ടികൾ തന്നെ കേട്ടോ അധികം. കയറിൻ്റെ വണ്ടികൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ നടുവട്ടം ബോർഡ് കണ്ടിട്ടുണ്ട്. ഇതാണ് നടുവട്ടം എന്ന് പറഞ്ഞാൽ. ഇവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കാനാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എവിടെയെങ്കിലൊക്കെ നിൽക്കാം നോക്കട്ടെ. അപ്പോൾ ബാക്കി കേരളത്തിൽ കാണാം. ഏതായാലും ഞാൻ ഇവിടെ നിർത്തിക്കണ വണ്ടി ഒരു അരൂലാക്കി തന്നെ. ഞാൻ അവിടെ പോയിട്ട് ഒരു ചായ എന്തെങ്കിലും കിട്ടുമോട്ടെ. നമ്മൾക്ക് ഈ കാണുന്ന ഗ്യാപ്പൊക്കെ മതി, മനസ്സിലായോ? നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടാൽ ആളും മനസ്സിനുള്ളൊരു ഗ്യാപ്പ്. ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റുന്നതാണ് ബസ് സ്റ്റാൻഡ്. അവിടെ പോയോട്ടെ ഒരു ചെറിയ ചായ കുടിക്കാം. നമ്മളെ ചായ പോരാ. ദർശിനി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കടയിൽ പഴംപൊരി കിട്ടി. നമ്മുടെ നാട്ടിൽ അത് പക്ഷേങ്കിൽ മസാലയ്ക്കെല്ലാം മാറ്റമുണ്ട്. ഇത് ഞാൻ പറഞ്ഞു മസനഗുടി പോയെന്നും എനിക്ക് ഇതേപോലത്തെ പഴംപൊരി കിട്ടിയിരുന്നു. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഈ സാധനം. ഇത് നല്ല സോഫ്റ്റ് ആയിക്കാരം ഉണ്ടാവും. ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. പിന്നെ നല്ല ചായ എത്തിക്കണം. പിന്നെ ഇത് പേരെന്താ പറഞ്ഞാൽ? എൻ്റെ പേര് വിജയൻ. വിജയൻ വിജയൻ എന്ന് പറഞ്ഞാട്ടാ. ഏട്ടൻ്റെ പേര് മഞ്ഞുനാഥൻ. അവരൊക്കെ ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. ഞാൻ ഇവരോടൊന്നും ഇവിടെ നിൽക്കട്ടെ ചോദിച്ചു. ഒരു പറഞ്ഞു ഈ സാധനം മാറ്റിയിട്ട് ഇവിടെ നിന്നോ കുഴപ്പമില്ല. ഇവിടെ ആളുകളൊന്നും ഉണ്ടാവും. പക്ഷേ ഇത് തണുപ്പ് ഇപ്പം തണുപ്പാണോ? നല്ല തണുപ്പുണ്ട് നൈറ്റിൽ. മഴ കുറവാണല്ലേ? മഴ കുറവാണ്. അങ്ങനെ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് പതുക്കെ കാര്യങ്ങൾ നോക്കാം. ഞാനിപ്പോഴാണ് ഒരു കാര്യം ചിന്തിക്കണത്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ല. ഈ പുതപ്പൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് എടുത്താൽ മതിയല്ലോ. കണ്ടങ്ങൾ ഓ മൈ ഗോഡ് നന്നായിട്ട് മഞ്ഞിറങ്ങി. അതെന്ത് ഞാൻ ഓർക്കാൻ സ്ലീപ്പിംഗ് ബാഗിൻ്റെ കാര്യം എന്തുകൊണ്ട് ഞാൻ മറന്നു എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതപ്പ് എടുക്കണ്ട, വിരി എടുക്കണ്ട, സ്ലീപ്പിംഗ് ബാഗ് തന്നെ മതി. എല്ലാത്തിനും സ്ലീപ്പിംഗ് ബാഗ് തന്നെ മതി. ഇത് പുതപ്പൊന്ന് വിരി ഒന്ന് ഉള്ള സാധനമാണ് ഇപ്പോൾ എടുക്കാതെ പോകുന്നത്. ഫുള്ള് എ സി കേട്ടോ. കർണാടകൻ്റെ വണ്ടിയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇത്രയും നല്ല സ്ഥലം ഞാൻ എവിടെ കിട്ടുക കിടക്കാം. ഞാൻ പ്രതീക്ഷിച്ചല്ല കേട്ടോ ഇത്രയും നല്ല സ്ഥലം കിട്ടുന്നു. സമയം 8:20 ആവണുള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ യാത്രയിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടക്കണത് കേട്ടോ. അയ്യോ 8:20 ആയതല്ല. ഈ നേരാപ്പേക്കിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞ ഗൈസ് ഞാൻ റണ്ടർ ചെയ്തിട്ടേക്കുവാണ്. വെഡൊക്കെ ഉണ്ടാ. അയ്യോ തണുത്തിട്ട് മരിക്കുക
വെറും മലയാളികൾ മലയാളികൾ മലയാളികൾ. ഇപ്പോൾ സമയം ഒരുപാടായിട്ട് നിങ്ങൾ നേരത്തെ വിളിച്ചത് കണ്ടല്ലേ, സമയം ഒരുപാട് ലേറ്റ് ആക്കട്ടെ. ഇവിടെ ഉണ്ടോ ലൈറ്റ്, രണ്ട് ഭാഗത്തേക്ക് 2 ലൈറ്റ് വെച്ച് ഇതിന് വേണ്ടിയിട്ടാണ്. സമയം ഒരുപാടായി. ഇവിടെ ഇപ്പോൾ കോടയൊക്കെ മാറി, നേരത്തെ നല്ല കോടയായിരുന്നു. പിന്നെന്താ പറയുക, മൊത്തത്തിലും സൈലൻ്റ് ആയിക്കണം. പന്നികൾ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു, പന്നികളെ സൂക്ഷിച്ചാൽ മതി. ഇവിടെ വരുന്നൊരു കാട്ടം മാറിക്കഴിഞ്ഞു. അവൻ വല്ല തേറ്റയിട്ട് നമ്മളെ പണി ഉണ്ടാക്കണ്ട. പോടാ 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 പന്നി, പന്നീൻ്റെ മോനെ നീ തിരിഞ്ഞോ ഉൾട്ടയാവല്ലേ. പിന്നെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വന്നിങ്ങനെ ചായ കുടിച്ച് പോകുന്നു. ഇവരൊക്കെ നല്ല മനുഷ്യരാട്ടോ. ഈ ചായക്കട നടത്തണ ആ ഏട്ടനൊക്കെ വളരെ നല്ല മനുഷ്യർ, എന്നാ ഡീസൻറ്റ് വരും. ഇവർ മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടോ ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മുടെ വണ്ടി എടുക്കണം. ഈ ഒരു ഗ്യാപ്പിക്ക് വന്ന അത്രയും ആളുകൾ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം, എല്ലാവരും നല്ല രീതിയിലാണ് നമ്മോട് പെരുമാറുന്നത്. എന്താ പറയുക, അടിപൊളി. നമ്മളിവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവർ ചോദിച്ചു ഭക്ഷണം ഉണ്ടോ കയ്യിൽ. ഞാൻ പറഞ്ഞു ഭക്ഷണം ഉണ്ട് കാരണം. വെറുതെ പറഞ്ഞാണോ നോണ പറഞ്ഞാണോ? കാരണം നമ്മുടെ കയ്യിൽ ഫുഡില്ലല്ലോ, വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഒരു 2 നേന്ത്രപ്പഴമാണ്. ഇത് നോക്കണ്ട, ഇത് ഇന്നത്തെ ദിവസം നമ്മൾ കുക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. പിന്നെ പച്ചവെള്ളം, ഇവിടെ നല്ല തണുപ്പുണ്ട്, കുറച്ച് വെള്ളം കുടിക്കുക. ചായ ഉണ്ട് എൻ്റെ അടുത്ത്, ചായ വേണ്ടെന്ന് വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. പഴമാണ്. അതിൽ പോകുന്ന ആൾക്കാരൊക്കെ എന്നെ നോക്കണേ. ഇപ്പം ആരും പോകണില്ല, ഇവിടെയൊക്കെ ഏതാണ്ട് ഒഴിഞ്ഞിക്കണം. പല ആൾക്കാരൊന്നും ഇല്ല. എന്നാലും ഇതിനോട് ഹോട്ടലില്ല കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഹോട്ടലിൽ വിഷ്ണു എന്താ അവിടുന്ന് ഭക്ഷണം വെച്ചിവിടെ ഹോട്ടലില്ല. പിന്നെ എനിക്ക് അത്ര വലിയ വിശപ്പില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. ഞാൻ ഇപ്പോൾ രണ്ട് വട്ടം അവിടെ പോയി ചായ കുടിച്ചു. അത് 2 വട്ടം ഞാൻ സ്നാക്സ് എടുത്ത് തന്നെ കഴിച്ചത്. അപ്പം എന്നാലേ നമ്മളുടെ ബെഡ് ആട്ടല്ല ഏതാണ്ട് 9:20 ഞാൻ നൈസായിട്ടേ കിടക്കാൻ നോക്കട്ടെ. ബെഡ് ഇടാനൊക്കെ സിമ്പിളാണ്, വെള്ളക്കുപ്പി നിൽക്കണം ഇവിടെ. ബെഡ് ഇടലൊക്കെ സിമ്പിളാണ്. ഓക്കെ, അത് നേരെ പൊക്കുന്നു. എവിടെ ഇടാൻ പറ്റുന്ന വെച്ചാൽ അവിടെ ഇവിടെ ഗ്യാപ്പ് പീസില ഇതൊക്കെ എന്തത് അവിടെ ഇടുന്നു. ഓക്കെ, സെറ്റപ്പായി. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് പ്രാവശ്യത്തെ ബെഡ് ഇടല്ലേ, പണിയില്ല. അവിടെ ഇടുന്നു, ഈ ചെയിന് ഇവിടെ കൊളുത്തുന്നു. ഓക്കെ, ടൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബെഡായി. കറക്റ്റ് ലെവല്. ഇനി ഹെഡ്സെറ്റ് ഇവിടെ വേണം. പിന്നെ ഇതാണ് ഞാൻ പുതയ്ക്കണം എന്ന് കരുതുന്നത്. അതൊക്കെ വെക്കണം. ഇതെൻ്റെ തലനാണ്, തലനാടൊക്കെ. നമ്മുടെ കത്തിയുണ്ട പന്നി വന്നിക്കണ്. പന്നിക്ക് തന്നെ പണി ഇടക്കിടക്ക വന്ന് നോക്കുക. പന്നിൻ്റെ വിചാരം അയക്കാരിൽ ഇടാണ്ട്, നായ്ക്കിടാനുള്ള ആൾക്കാരൊക്കെ അവിടെ നിന്ന് പോയി. ഇത് വിൽക്കാന്നൊക്കെ പറഞ്ഞാൽ മതി. ആഹാ, സിമ്പിൾ. ഒരു ഹൈവാനായി ഷറേട്ടാ. ഇതിലൊക്കെ കടക്കറെങ്കിലെങ്കിൽ വരങ്ങൾക്ക് എൻ്റെ കടക്കണത് എന്ത് പുള്ളിയല്ലേ. അപ്പോൾ ഇനി കയറണം. കയറിയുമ്പോൾ നമുക്ക് പുറത്തത്തെ കാഴ്ച ഒന്നും ഉണ്ടാവല്ലോ, ഞാരൊക്കെ ഉണ്ട് എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ. അയൽവാസികളൊക്കെ അടച്ചു പോയി. ഇനി കുറച്ച് 2 കടയും കൂടി അടക്കാനുള്ളൂ. ഓരും കൂടി അടച്ചാൽ കഴിഞ്ഞു 9:30. അപ്പോൾ ഒരു 10 മണി 10:30 ആകുമ്പോഴേക്ക് എല്ലാവരും പോകും കേട്ടോ. ഇതിലെങ്ങനെ വെളിച്ചം വരും ഫ്രണ്ട് കൂടെ. അപ്പോൾ അവിടെ തോർത്തുണ്ട് കേട്ടോ. അപ്പോൾ കയറിയിട്ടാണോ ഞാനാ കിട്ടുക. കാരണം എന്താ വെച്ചാൽ കയറിയിട്ട് കിട്ടിയാൽ അത് നിങ്ങൾക്ക് കാണുള്ളൂ.
ആ ക്യാമറക്ക് മറവ് വരും ആ ഒരു കർട്ടൻ കൊണ്ട്. എന്നാൽ പിന്നെ ഞാൻ വാതിലേക്ക് കിടക്കട്ടെ. അവിടെ ഞാൻ തോർത്തുകൊണ്ട് മറച്ചിട്ടുണ്ട്. എന്താ സുഖത്തിൽ കിടക്കാനോ. എത്ര സ്പേസ് ഉണ്ട് നോക്കി നിങ്ങൾ. ഓക്കെ ഇങ്ങോട്ടൊക്കെ നല്ല സ്ഥലമാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും സൂപ്പറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒന്ന് ഉറങ്ങി നോക്കട്ടെ, അപ്പോഴെല്ലാം അറിയുള്ളൂ മുഴുവനായിട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഇന്നിൻ്റെ ആദ്യ രാത്രിയാണ്. നമ്മുടെ വണ്ടിയിൽ ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യമായിട്ട് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ യാത്രയിൽ ഫസ്റ്റത്തെ നൈറ്റാണ്. പൊളിക്കും. എന്നാൽ പിന്നെ ഞാൻ ഉറങ്ങാണ്, ഇനി നോക്കിയിട്ട് കാര്യമില്ല. പിന്നെന്താ വെച്ചാൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്രയും, നിങ്ങളെ കഴിവിന് അപ്പുറത്തേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ. കാരണം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ്. അതായത് സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ തകർന്നേ, പിന്നെ ഈ യാത്ര തന്നെ മുഴുവനാക്കാൻ വേണ്ടി കയ്യിലേക്ക്. അതാണ് അവനെ പറഞ്ഞ പോലെ ഞാൻ കിടക്കാണ്, ഉറങ്ങട്ടെ. നല്ല തണുപ്പുണ്ട്, പക്ഷേങ്കിൽ വണ്ടീൻ്റെ ഉള്ളിൽ ചൂടാട്ടോ. വണ്ടീൻ്റെ ഉള്ളിലേക്ക് ചൂടുണ്ടെങ്കിൽ തോന്നുന്നു ഈ താഴത്തൊക്കെ നമ്മുടെ ആ ഷീറ്റ് കാര്യങ്ങളൊക്കെ ചൂട്, അത് ഭയങ്കര രസമായി. മോനെ സംഭവം ഒരാളും കൂടി ഉണ്ടെങ്കിലും പ്രശ്നമല്ല കേട്ടോ, സ്പേസ് ഉണ്ട്. ഇത് രണ്ടുപേർക്ക് കിടക്കാൻ. ഇത് ഒരാളായപ്പോൾ എന്ത് വിശാലമായിട്ട് കിടക്കാനുള്ളൊരു വിശാലതയോട് കിടക്കാൻ വേണ്ടി പറ്റുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ബെഡൊക്കെ സക്സസ്ഫുള്ളാണ്. നമ്മുടെ യാത്രയും ഫുള്ളായിട്ട് സക്സസ് ആയാൽ മതി. എന്താ പറയുക, എന്നാൽ പിന്നെ അങ്ങനെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഗുഡ് നൈറ്റ്.